ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. തദ്ദേശീയവും വൈദേശികവുമായ സന്നാഹങ്ങളടങ്ങിയ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയുടേത്. ഇതിൽ റഷ്യയുടേതും ഇസ്രായേലിൻ്റെയും ഒപ്പം തദ്ദേശീയ ആകാശ് മിസൈലും അടങ്ങിയതാണിത്. ചൈനയിൽ നിന്നുള്ള സംവിധാനത്തെ മാത്രം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തേക്കാൾ ഏറെ മികച്ചതാണ് ഇന്ത്യയുടേത്. S-400 ട്രയംഫ് കരവ്യോമ മിസൈൽ സിസ്റ്റം. ദൂരപരിധി 380 കിലോമീറ്റർ. 2018 റഷ്യയുമായുണ്ടാക്കിയ 40,000 കോടിയുടെ കരാർ പ്രകാരം 3 സ്ക്വാഡുകൾ സ്ഥാപിച്ചു. യുക്രൈൻ റഷ്യ യുദ്ധം കാരണം 2 സ്ക്വാഡുകളുടെ കൈമാറ്റം വൈകി. ബറാക്ക് 8 MRS-AM മിസൈൽ സംവിധാനം. ദൂരപരിധി 70 കിലോമീറ്റർ. ഇസ്രയേലുമായുള്ള 30,000 കോടിയുടെ കരാർ പ്രകാരം സംയുക്തമായി വികസിപ്പിച്ചതാണിത്. ഇതിൽ വലിയൊരു ഭാഗം വ്യോമ, നാവിക, കരസേനകളുടെ ഭാഗമാക്കി. ആകാശ് മിസൈൽ. ദൂരപരിധി 25 കിലോമീറ്റർ. ആകാശ് 1, 2 സീരീസുകളുടെ 15 സ്ക്വാഡുകൾ വ്യോമസേനയുടെ ഭാഗമാക്കി. കരസേനയ്ക്ക് 4 റെജിമെൻറ്റുകൾ കൂടുതൽ ഉൾപ്പെടുത്തും. സ്പൈഡർ. ദൂരപരിധി 15 കിലോമീറ്റർ. ഇസ്രയേൽ നിർമ്മിത ദ്രുത പ്രതികരണ വിമാനവേധ മിസൈൽ വ്യോമ, കരസേനയുടെ ഭാഗമാക്കി. ഹ്രസ്വദൂര സംവിധാനങ്ങൾ. ചുമലിൽ വെച്ച് വിക്ഷേപിക്കാവുന്ന പുതിയ റഷ്യൻ നിർമ്മിത ഇഗ്ല-എസ് ഹ്രസ്വദൂര 6 കിലോമീറ്റർ പരിധിയുള്ള മിസൈലാണിത്. നേരത്തെയുള്ള ഇഗ്ല-M അതായത് 5 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണിത്. അതും OSAAKM 10 കിലോമീറ്റർ ദൂരപരിധിയുള്ളത്. പെക്കോറ മിസൈൽ, L-70 വിമാനവേധ തോക്ക് 3.5 കിലോമീറ്റർ പരിധിയുള്ളവ ഇതൊക്കെയാണ്. പാകിസ്ഥാനുള്ളത്. ചൈന നൽകിയ HQ-9 മിസൈൽ ബാറ്ററികളും റഡാറുകളുമാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ. അടിസ്ഥാന വേരിയന്റിന് 120 കിലോമീറ്ററും നവീകരിച്ചതിന് 300 കിലോമീറ്ററുമാണ് ദൂരപരിധി. 20 മുതൽ 25 കിലോമീറ്റർ പരിധിയുള്ള ഫ്രഞ്ച് നിർമ്മിത സ്പാഡ വിമാനവേധ മിസൈലുകളാണ് ഇതിൻ്റെ പോർമുന.